നമസ്കാരം. നാളെ നാം ഏവരും പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതായ ദിവസമാകുന്നു. നാളെ 2025 പിറക്കുകയാണ്. ഈ പുതുവർഷവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പുതുവർഷം ഒരു ശുഭാരംഭം തന്നെയാണ്. വളരെ പ്രതീക്ഷകളോടെ പുതിയൊരു വർഷത്തിലേക്ക് ഏവരും പ്രവേശിക്കുന്നതായ ദിവസം. അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില കണികൾ നാം കാണുന്നത് ഏറ്റവും ശുഭകരമാണ്. ഉണർന്ന് ആദ്യ 24 മിനിറ്റിൽ ഈ കണികൾ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ആ വർഷം മുഴുവൻ സൗഭാഗ്യവും ഐശ്വര്യവും നിറയ്ക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. കൂടാതെ നാളത്തെ ദിവസം ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരിൽ നിന്നും 1 രൂപയെങ്കിലും നിങ്ങൾ കൈനീട്ടമായി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ വീടുകളിൽ ഇന്നേ ദിവസം പ്രവേശിക്കുകയാണ് എങ്കിൽ പോലും വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ നൽകുവാൻ സാധിക്കുന്നത് എന്നും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യമേ പരാമർശിക്കാൻ പോകുന്നത് കണിയെക്കുറിച്ചാകുന്നു. രാവിലെ ഉണർന്ന് എണീക്കുമ്പോൾ തന്നെ കാണുന്ന ചില കണികൾ നമുക്ക് ദൗർഭാഗ്യമുണ്ടാക്കും എന്നാണ് വിശ്വാസം. നാളെ പുതുവർഷ ആരംഭം തന്നെയാകുന്നു. അതിനാൽ നാളെ രാവിലെ കണി കാണുന്നതിലും ശകുനത്തിലുമെല്ലാം വിശ്വസിക്കുന്ന പലരുമുണ്ട്. ആദ്യം കാണുന്നത് നല്ലതാണ് എങ്കിൽ ആ ദിവസം നന്നായിരിക്കുമെന്നും മോശമാണ് കണ്ടത് എങ്കിൽ മോശം വരുമെന്നുമെല്ലാം വിശ്വാസമുള്ളവരുണ്ട്. നാളെ വർഷാരംഭമായതിനാൽ തന്നെ നാളെ പ്രത്യേകിച്ചും ഈ ഫലം ഒരു വർഷം മുഴുവൻ നീളുന്നതുമാണ്. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് സമയത്തെക്കുറിച്ചാകുന്നു. ബ്രാഹ്മമുഹൂർത്തമാണ് ഏറ്റവും വിശേഷപ്പെട്ടതായ സമയങ്ങളിൽ ഒന്ന്. ബ്രാഹ്മമുഹൂർത്തത്തിൽ കണി കാണുവാൻ ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. അതിനാൽ നാളത്തെ ബ്രാഹ്മമുഹൂർത്ത സമയം ആദ്യമേ മനസ്സിലാക്കുക. പുലർച്ചെ 5:04 മുതൽ പുലർച്ചെ 5:52 വരെയുള്ള സമയമാകുന്നു. ഈ സമയത്തിനുള്ളിൽ കണി കാണുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഇനി അഥവാ ഈ സമയത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും സൂര്യോദയത്തിന് മുൻപായി കണി കാണുന്നത് ഏറ്റവും ശുഭകരമാണ്. അതിന് സാധിക്കാത്തവർ രാവിലെ 8 മണിക്ക് മുൻപായെങ്കിലും കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സർവ്വദേവതകളും അനുഗ്രഹം ചൊരിയുന്ന സമയമാണ് ബ്രാഹ്മമുഹൂർത്തം. അതിനാൽ തന്നെ ഈ സമയം വച്ചിരിക്കുന്നതായ ഓരോ വസ്തുക്കളിലും കണി വച്ചിരിക്കുന്നതായ ഓരോ വസ്തുക്കളിലും നിങ്ങളുടെ കണ്ണ് ചെന്നെത്തേണ്ടതും അനിവാര്യമാണ്. ഇനി എന്തെല്ലാം വസ്തുക്കളാണ് കണിയിൽ നാളെ വയ്ക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. കണി വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായത് ഓട്ടുരുളിയാണ്. ഓട്ടുരുളിയിൽ തന്നെ കണി വയ്ക്കുവാൻ പരമാവധി ശ്രമിക്കുക. അത് സാധിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ മഞ്ഞപ്പട്ട് വിരിച്ച് ഇതിൽ അക്ഷതം വിതറുക. അക്ഷതം എന്നാൽ നെല്ലും അരിയും കൂട്ടി കലർത്തിയതാണ്. ഇത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യമാണ് എന്നാണ് പറയുക. അരി മഹാലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ്. ഇതിന് മുകളിലായി അലക്കിയ കോടി വസ്ത്രമോ പുതിയ വസ്ത്രമോ വയ്ക്കുക. വാൽക്കണ്ണാടി വയ്ക്കുക. ഇല്ല എങ്കിൽ സാധാരണ കണ്ണാടിയാണ് എങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. എന്നാൽ പൊട്ടൽ സംഭവിച്ച കണ്ണാടിയാണ് എങ്കിൽ ഒരിക്കലും വയ്ക്കാൻ പാടുള്ളതല്ല. അടയ്ക്ക, വെറ്റില, നാണയം കൂടാതെ സ്വർണമാണ് എങ്കിൽ സ്വർണം വയ്ക്കാം. അതില്ല എങ്കിൽ വെള്ളിയാണ് എങ്കിലും വയ്ക്കാവുന്നതാണ്. കൂടാതെ ചാന്ത് വയ്ക്കുന്നതും ഏറ്റവും ഉത്തമമാകുന്നു. കൺമഷി, സിന്ദൂരച്ചെപ്പ്, ചെറുനാരങ്ങ എന്നിവ വയ്ക്കുന്നതും ഉത്തമമാണ്. പൂജാമുറിയിൽ തന്നെ ഇപ്രകാരം നിങ്ങൾക്ക് ചെയ്യാം. വിളക്ക് കത്തിച്ച് കണി കാണുമ്പോൾ ഈ ഒരു കാര്യവും ശ്രദ്ധിക്കണം. വിളക്ക് കത്തിച്ച് വെച്ച് പടിഞ്ഞാറ് ദർശനം വരുന്ന രീതിയിൽ വേണം കണി കാണുവാൻ. വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ നിലവിളക്ക് കത്തിച്ചു വെച്ച് മറ്റുള്ളവരെ കണി കാണിക്കുന്നത് ഏറെ ഉത്തമം തന്നെയാകുന്നു. ഉണർന്ന് ആദ്യ 24 മിനിറ്റിനുള്ളിൽ തന്നെ കണി കാണുവാൻ ശ്രമിക്കണം. കൈനീട്ടം നൽകുന്നതും വാങ്ങുന്നതും ഇന്നേ ദിവസം ഏറ്റവും ഉത്തമമാകുന്നു. 2 കൈകളോടും കൂടി വേണം ഇപ്രകാരം വാങ്ങുവാൻ. കൈനീട്ടം ലഭിച്ചാൽ ഇത് കണ്ണോട് ചേർത്ത് പ്രാർത്ഥിക്കണം. 1 രൂപ നാണയം കൈനീട്ടത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും ഉത്തമമാണ്. കൈനീട്ടം വാങ്ങുന്നവർ
തന്നവരുടെ കാൽ തൊട്ട് തൊഴുന്നതും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. കൂടാതെ കണി കണ്ടതിന് ശേഷം നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ കാൽ തൊട്ട് വന്ദിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇത്തരത്തിൽ വളരെ ശുഭകരമായി തന്നെ, വളരെ ഐശ്വര്യപ്രദമായി തന്നെ ആ വർഷം ആരംഭിക്കുവാൻ ഏവരും ശ്രമിക്കുക. ഇനി അഥവാ ഇപ്രകാരം കണി കാണുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ തങ്ങളുടെ ഇഷ്ട ദേവതയുടെ അല്ലെങ്കിൽ പൂജാമുറിയിലെ ദേവതാ ചിത്രങ്ങൾ വിളക്ക് തെളിയിച്ച് കണി കാണാവുന്നതാണ്. സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കൂടാതെ ചില വസ്തുക്കൾ ഇന്നേ ദിവസം ആദ്യമേ കണി കാണുന്നത് ഏറ്റവും ദോഷകരവുമാണ്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. ഉണർന്ന് ആദ്യ 24 മിനിറ്റിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ കാണാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഉണർന്ന ഉടനെ കണ്ണാടി നോക്കുന്ന ശീലം പലർക്കുമുണ്ട്. ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമമല്ല എന്നാണ് പറയുക. ഉണർന്ന് എഴുന്നേറ്റാൽ ഉടൻ കണ്ണാടിയിൽ നിങ്ങളെ കാണുന്നത് ശുഭകരമല്ല. ആദ്യ 24 മിനിറ്റിനുള്ളിൽ കാണരുത് എന്നാണ് പറയുക. ദോഷകരമായ ഫലം വന്നു ചേരും എന്നാണ് പറയുക. പൊതുവെ നിഴൽ നോക്കുന്നത് നല്ലതല്ല എന്നും വിശ്വാസമുണ്ട്. ഇത് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പ്രത്യേകിച്ചും കാണുന്നത് ശുഭകരമല്ല. നിങ്ങളുടെ നിഴലായാലും മറ്റുള്ളവരുടേതാണ് എങ്കിലും ഇത് ദൗർഭാഗ്യം കൊണ്ടുവരും എന്നാണ് വിശ്വാസം. നായ്ക്കൾ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾ കടിപിടി കൂടുന്നത് കാണുന്നതും ശുഭകരമല്ല എന്ന് തന്നെ പരാമർശിക്കാം. ഉണർന്നാൽ ഉടൻ മൃഗങ്ങളുടെ ഭീകരമായ ചിത്രങ്ങൾ കാണുന്നതും ശുഭകരമല്ല. ഇതുകൊണ്ട് തന്നെ ഇത്തരം ചിത്രങ്ങൾ ഒന്നും തന്നെ കിടപ്പുമുറിയിലോ ഉണർന്ന ഉടനെ ആദ്യം കാണുന്ന രീതിയിലോ വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. ഇതേപോലെ വൃത്തിയാക്കാത്ത പാത്രങ്ങളും രാവിലെ ഉണർന്ന ഉടനെ കാണുന്നത് ദോഷകരം തന്നെയാണ്. അല്ലെങ്കിൽ പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് കാരണമായി തീരും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വൈകിപ്പിക്കുന്നതിനും ഇത് കാരണമായി തീരും. ശരിയായ സമയത്ത് കാര്യങ്ങൾ നടക്കണം എന്നില്ല. എച്ചിൽ പാത്രങ്ങൾ രാവിലെ കണി കാണുന്നതും അതീവ ദോഷകരം തന്നെയാകുന്നു. കൂടാതെ രാവിലെ മറ്റുള്ളവർ തമ്മിലുള്ള വഴക്കുകളോ തർക്കങ്ങളോ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ദൗർഭാഗ്യം കൊണ്ടുവരും എന്നാണ് വിശ്വാസം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം. രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ കൈത്തലം നോക്കുന്നതും വലതുഭാഗം തിരിഞ്ഞ് ഉണരുന്നതുമെല്ലാം തന്നെ സൗഭാഗ്യം നൽകും എന്നാണ് പറയുക. കരത്തിൽ വസിക്കുന്നത് ലക്ഷ്മി ദേവിയാണ് എന്നും ഇതുകൊണ്ട് തന്നെ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിറയും എന്നാണ് പറയുക. ഇനി പരാമർശിക്കാനായി പോകുന്നത് കൈനീട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വർഷം മുഴുവൻ പണം വന്നുകൊണ്ടേ ഇരിക്കുവാൻ നാളെ പ്രത്യേകിച്ചും ചില വ്യക്തികളിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. ഇതേക്കുറിച്ച് മനസ്സിലാക്കാം. ഇവർ നൽകുന്ന നാണയം ചിലവാക്കാതെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതും അനിവാര്യമാണ്. ആര് നമുക്ക് നന്മ വരണം എന്ന് ചിന്തിച്ച് കൈനീട്ടം നൽകിയാലും അത് ശുഭകരം തന്നെയാണ്. എന്നാൽ ഇനി പറയുന്ന വ്യക്തികൾ നല്ല മനസ്സോടെ നൽകിയാൽ ഏറ്റവും വിശേഷമാണ്. അതല്ല നിങ്ങൾ നശിക്കണം അല്ലെങ്കിൽ പൂർണ്ണമായ മനസ്സോടെയല്ല നിങ്ങൾക്ക് നൽകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കില്ല എന്നാണ് പറയുക. അതിനാൽ ആ കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം. കൂടാതെ ആദ്യ കച്ചവടം ഇവരിൽ നിന്നും ലഭിക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാണ്. പ്രത്യേകിച്ചും ഇവർ നാളെ 1-ാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും ഇവർക്ക് ആദ്യ കച്ചവടം നൽകുന്നതും ചില സവിശേഷമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. അതേക്കുറിച്ച് ആദ്യമേ മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നവർക്ക് സാമ്പത്തിക ഉയർച്ചയും ദൈവാധീനവും വന്നു ചേരുന്നു എന്നാണ് പറയുക. ജീവിതത്തിൽ നാൾക്കുനാൾ ഉയർച്ചയും സൗഭാഗ്യങ്ങളും വന്നു ചേരും. അതിനാൽ അശ്വതി നക്ഷത്രക്കാർ കൈനീട്ടം നൽകുവാൻ ഉത്തമമായ നക്ഷത്രക്കാരാകുന്നു. ഭരണി നക്ഷത്രക്കാർ വിഷുക്കൈനീട്ടം നൽകുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ വാങ്ങുന്നവർക്ക് സമ്പൽ സമൃദ്ധിയും കൈവരുന്നതായിരിക്കും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുവാൻ സഹായകരമാണ്. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങൾ വിഷുക്കൈനീട്ടം വാങ്ങുന്നതിലൂടെ വാങ്ങുന്ന വ്യക്തികൾക്ക് ജീവിതത്തിലെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകും എന്നാണ് പറയുക.
ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് മോചനം ലഭിക്കുവാൻ സഹായകരമായി തീരും. സന്തോഷവും ജീവിതത്തിൽ വർദ്ധിക്കും എന്നാണ് പറയുക. അതിനാൽ കാർത്തിക നക്ഷത്രക്കാർ കൈനീട്ടം നൽകുവാൻ ഏറ്റവും ഉത്തമമായ നക്ഷത്രക്കാരാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നക്ഷത്രമാകുന്നു. അതിനാൽ തന്നെ രോഹിണി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും എന്നാണ് പറയുക. കൂടാതെ ജീവിതത്തിൽ അനിവാര്യമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക നേട്ടങ്ങൾ, തൊഴിൽ രംഗത്ത് ഉയർച്ച എന്നിവ കൈവരിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ആഗ്രഹ സാഫല്യം കടന്നു വരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ആയില്യം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഒരു വ്യക്തിക്ക് നാൾക്ക് നാൾ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും എന്നാണ് പറയുക. ജീവിതത്തിലെ ക്ലേശങ്ങൾ അകലുകയും നല്ല ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. നല്ല മനസ്സോടെ കൈനീട്ടം നൽകിയാൽ മാത്രമേ ഈ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മകം നക്ഷത്രക്കാരും ഇത്തരത്തിൽ കൈനീട്ടം നൽകുന്നത് ഉത്തമമാണ്. നാൾക്ക് നാൾ ഉയർച്ച വന്നു ചേരും. വാങ്ങുന്ന വ്യക്തികൾക്ക് നാൾക്ക് നാൾ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ജീവിതത്തിൽ ഈശ്വരാധീനം കൈവരിക്കുവാൻ സാധിക്കും. ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങിയാൽ ജീവിതത്തിലെ പല ദുരിതങ്ങളും ക്രമേണ ഇല്ലാതാകുന്നതാണ്. അഥവാ ദുരിതങ്ങൾ കുറഞ്ഞു വരുന്നതിന് സഹായകരമായി തീരും. ആഗ്രഹിക്കാതെ തന്നെ നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ഉത്തര നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം വാങ്ങുന്നതിലൂടെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഫലങ്ങളാണ് വന്നു ചേരുക. ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഐശ്വര്യം വർദ്ധിക്കും. ശത്രുക്കളിൽ നിന്നും വിജയം നേടുവാൻ സാധിക്കും. അഥവാ ശത്രുക്കളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തൊഴിൽപരമായ ഉയർച്ച വന്നു ചേരാം. ഉത്തര നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും. എന്നാൽ വാങ്ങുന്ന വ്യക്തിയും കൊടുക്കുന്ന വ്യക്തിയും നല്ല മനസ്സോടെ തന്നെ കൈനീട്ടം നൽകുകയും വാങ്ങുകയും ചെയ്യണം. വിശാഖം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നവർക്ക് ജീവിതത്തിലെ തടസ്സങ്ങൾ ഒഴിവായി പോകും എന്നാണ് വിശ്വാസം. കൂടാതെ പുതിയ അവസരങ്ങൾ തേടിയെത്തും. ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്താം. ഗുണകരമായ ഫലങ്ങൾ മാത്രമേ വന്നു ചേരൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അത്തം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ ആ വ്യക്തിക്ക് നാൾക്ക് നാൾ ഉയർച്ച, സൗഭാഗ്യങ്ങൾ, അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, തൊഴിൽപരമായ ഉയർച്ച വന്നു ചേരുന്നതാകുന്നു. അനിഴം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. തടസ്സങ്ങൾ ഒഴിയുകയും ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. എന്നാൽ കൈനീട്ടം വാങ്ങുന്നതിലൂടെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും നൽകുന്ന വ്യക്തി നല്ല മനസ്സോടെ തന്നെ നൽകണം. പൂയ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പഠനത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ധനപരമായ ഉയർച്ച നേടുവാൻ സാധിക്കും. ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതിനും സഹായകരമായി തീരും എന്നതാണ് വാസ്തവം. അതിനാൽ പൂയ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങാവുന്നതാണ്. തിരുവോണം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ ആ വ്യക്തിക്ക് നാൾക്ക് നാൾ ഉയർച്ചയും ഐശ്വര്യങ്ങളും വന്നു ചേരും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ജീവിതത്തിൽ മനസമാധാനം ലഭിക്കുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ നക്ഷത്രക്കാർ ഏവരും നല്ല മനസ്സോടെ നൽകുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ മറ്റ് നക്ഷത്രക്കാർ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിച്ച് ആത്മാർത്ഥതയോടെ തരികയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം.